ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം വൃത്തിയായിട്ട് ഇന്ന് ട്രേഡ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇന്നലെ കൃത്യമായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നലെ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ വീഡിയോ കുറച്ച് പേരെ കണ്ടുള്ളൂ, കുറച്ച് പേര് കണ്ടില്ല. അല്ലെങ്കിൽ കണ്ടവർ മാർക്കറ്റിന് ശേഷം കണ്ടവരാണ്. ഓക്കെ, എനിവേ എന്തായാലും കണ്ടവർക്ക് ആർക്കും നഷ്ടം വന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ വരകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്താൽ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അടുത്ത മാസം ഞാൻ നിങ്ങളോട് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനും എൻ്റെ വരയും എന്നതിനെ പറ്റി ഒരു ക്ലാസ് നാട്ടിൽ ഓഫ്ലൈനായിട്ട് എടുക്കുന്നുണ്ട് അടുത്ത മാസം. എൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ബേസിക്സും പിന്നെ അതിനകത്തിൽ ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും മറച്ചു വെക്കാനൊന്നുമില്ലല്ലോ, ഒരു വിദ്യ കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ വരയ്ക്കുന്നുവെന്നും ആ വരയ്ക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്നും എന്തൊക്കെ അടിസ്ഥാനമാക്കിയാണ് അതിനെപ്പറ്റി വരയ്ക്കുന്നതെന്നും പ്രതിപാദിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ പ്രൈസ് ആക്ഷനും അതിൻ്റെ കൂടെ തന്നെ പറയാം. പിന്നെ ബാക്കി നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ചാർട്ടിനകത്തിൽ ട്രേഡ് എടുക്കുമ്പം ഏതൊക്കെ രീതിയിൽ ട്രേഡ് എടുക്കണം, എന്തൊക്കെയാണെന്നുള്ള കുറേ ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതും എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെ എല്ലാം കൂടെ സമ്മിശ്രമായിട്ടുള്ളൊരു ക്ലാസ് നടത്താം എന്ന് ആഗ്രഹിക്കുന്നു അടുത്ത മാസം. അപ്പം അത് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് നടത്തുന്നത്, എൻ്റെ ആവശ്യപ്രകാരമല്ല, നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് നടത്തുന്നത്. അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലാണ് അതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കയറാം. വിശദവിവരങ്ങളൊക്കെ അവിടെ കിട്ടും. അതുപോലെ തന്നെ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഒരു ക്ലാസ്സും നടത്തണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അതും നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ലാസ്സുകളും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഉടനെ ഒരു കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്, ഇങ്ങേര് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആണോ? ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം വന്ന് പങ്കെടുക്കാം. ഇത് എന്തെങ്കിലും ഒരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന സംഭവങ്ങളോ ഒന്നുമല്ല. നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ചെയ്യരുത്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ചെയ്യുക, അതിനടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ പഠിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം, ഒരു നിർബന്ധവുമില്ല, താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. അതിന് ന്യായമായിട്ടുള്ളൊരു ഫീസ്, അവിടെ ന്യായമായിട്ടൊരു ഫീസ് കാണും. അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങ് വിടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിൽ ഞാൻ ഇന്നലെ ആദ്യമേ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾക്ക് പ്രധാനമായിട്ടും കടക്കേണ്ട കടമ്പ ഈ 25,597 ആയിരുന്നു. ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ 15 മിനിറ്റ് നേരം സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകൂ എന്ന് ഞാൻ പറഞ്ഞു, ഇല്ലേ? അല്ല, ഇത് പൊട്ടിക്കുകയാണെങ്കിൽ 25,523 പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരും എന്ന് ഞാൻ പറഞ്ഞു. ഈ 476 പൊട്ടിച്ചാൽ ഒരു ഫർദർ ഫോൾ നല്ലപോലെ കാണുമെന്ന് ഞാൻ കൃത്യമായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് കേട്ടു, എത്ര പേര് അനുസരിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ധാരാളം പേര് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാരണം സ്ക്രീൻഷോട്ട് ധാരാളം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനൊരു ആശ്വാസം എനിക്കുണ്ട് എന്തായാലും. അപ്പം ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും, ഓൾമോസ്റ്റ് ആൾക്കാരും ന്യായം പാലിക്കാൻ പഠിച്ചു വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ന്യായം പാലിച്ചുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. മനസ്സിലായോ? ന്യായം പാലിക്കുന്നതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ അവരുടെ ട്രേഡിംഗ് ലൈഫിൽ ബെനിഫിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ എല്ലാവരും ന്യായം പാലിക്കാൻ തുടങ്ങി. ശരിക്കും സന്തോഷമുണ്ട്. അപ്പം ഒരു ചെറിയ മാറ്റമെങ്കിലും എനിക്ക് നിങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ചെറിയ മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഞാനതിൽ അഭിമാനിക്കുന്നു. ആരുടെ മുന്നിൽ പോയി എന്ന് എനിക്ക് പറയാമല്ലോ.
ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കും പറയാമല്ലോ, ഓക്കെ ഇന്ന ആളുടെ കൂടെ പോയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടായതെന്ന് പറയാമല്ലോ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു, നിങ്ങളെല്ലാവരും ന്യായം പാലിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം മാർക്കറ്റ് നോക്കിക്കേ, അതിനുശേഷം മാർക്കറ്റ് വളരെ ക്ലിയർ ആയിട്ട് റിജക്ഷൻ ക്യാൻഡിൽ ഇതാ നോക്കിയേ, സെക്കൻഡ് ക്യാൻഡിൽ സൂപ്പർ റിജക്ഷനാണ്. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ റിജക്ഷൻ എന്ന് ഇല്ലേ. കൃത്യമായിട്ട് ആ റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുത്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി, നല്ല രീതിയിൽ. ഇവിടം വരെ ഒറ്റ സ്ട്രെച്ചിന് തന്നെ വന്നു, ഹോൾഡ് ചെയ്തവർക്ക് ഒറ്റ സ്ട്രെച്ചിന് തന്നെ മാർക്കറ്റ് ഇവിടം വരെ വന്നു. അതിനുശേഷം ഇവിടുന്ന് റിജക്ഷൻ വന്നു. റിജക്ഷനിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് നേരെ മാർക്കറ്റ് തിരിച്ചു പോകാനാണ് വിചാരിച്ചത്, പക്ഷേ പോയില്ല. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തു. ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ടായിരുന്നു. ആ റിജക്ഷനിൽ 10-15 പോയിന്റ് കിട്ടിയവർക്ക് ഓക്കെ, അല്ലാതെ കാത്തിരുന്നവർക്ക് അവരുടെ SL അടിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു ഇല്ലേ, നമ്മുടെ ലൈനിൽ തന്നെ വന്ന് കറങ്ങി കളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വരയുടെ പ്രശ്നമാണോ, വര മാറ്റേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പറയുകയും ചെയ്തു, തമാശ രൂപേണ പറഞ്ഞതാണ്. അപ്പം അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ വന്ന് താഴോട്ട് ഇറങ്ങി റിജക്ഷൻ കിട്ടി. പക്ഷേ ആ റിജക്ഷൻ അത്ര ക്ലിയർ അല്ല, കാരണം നല്ല ബോഡി ഉണ്ട് ഇതിനല്ലേ. അതിനുശേഷം പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്തു, അത് അത്ര സുഖമുള്ള ക്യാൻഡിലല്ല. അതിനുശേഷം നമുക്കൊരു ഒരു 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 റെഡ് ക്യാൻഡിൽ കിട്ടി ഇല്ലേ, നല്ല റെഡ് ക്യാൻഡിൽ കിട്ടി, ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ നമുക്ക് കിട്ടി. അതനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. ആ ട്രേഡ് എടുത്തവർ ആരെ നിർബന്ധിച്ച് ആരെങ്കിലും നിങ്ങൾ എടുത്തോ പ്രോഫിറ്റ് എടുത്തോ എന്ന് ആധികാരികമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇവിടെ നമുക്ക് സൈക്കോളജിയുടെ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായില്ലേ. മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യും എന്നുള്ളൊരു സൈക്കോളജി നമ്മുടെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ എടുത്തവരുണ്ട്, അത് എനിക്കറിയാം. പക്ഷേങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കുറ്റമൊന്നും പറയത്തില്ല, കാരണം എടുത്തെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസും ചെറുതായിരുന്നു. അതിനുശേഷം അവർക്ക് നല്ലൊരു ഫോൾ കിട്ടി ഇല്ലേ. അപ്പോൾ ഇവിടെ എത്തിയപ്പം ഞാൻ പറഞ്ഞു, പുട്ടിന് നിങ്ങൾക്കൊക്കെ ആവി വന്നിട്ടുണ്ട്, ഒത്തിരി നേരം പുട്ട് കഴിക്കേണ്ട, ചിലപ്പോൾ തൊണ്ടയിൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് പറഞ്ഞു ഇല്ലേ. അതിനുശേഷം ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു റിജക്ഷൻ കിട്ടി, എങ്കിലും നമുക്കത് കൺഫർമേഷൻ ഒന്നുമില്ല, വലിയ കൺഫർമേഷൻ നമുക്ക് പറയാനില്ല. കുറച്ച് നേരം കളിച്ചതിന് ശേഷം മാർക്കറ്റ് അവസാന നിമിഷം ഒരു അപ്സൈഡ് തന്നു. ഈ അപ്സൈഡ് നമ്മുടെ ലൈനിൽ എത്തിയിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ചെത്തി. ഇതാണ് ഇന്ന് സംഭവിച്ച കാര്യം. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അതിനുശേഷം ബാക്കി കാര്യം നമുക്കിനി പറയാം. നാളെ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് നിലവിൽ ഫ്ലാറ്റ്, ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിലും ഒരു ഫ്ലാറ്റ് റേഞ്ചിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റിൽ ഗ്ലോബലി പല ന്യൂസുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടും പല ന്യൂസുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ ന്യൂസുകൾക്കൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ഊഹാഭോഹങ്ങൾ മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ. അപ്പം ഈ ഊഹാഭോഹങ്ങളുടെ പുറത്താണ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുന്നത്. നാളെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ എല്ലാം കൊണ്ട് സൂക്ഷിക്കുക. നാളെ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ 25,476 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിന് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഡേ ക്യാൻഡിൽ നോക്കുവാണെങ്കിലും നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നാളെ ശ്രദ്ധിക്കേണ്ട കാര്യം, നാളെ മാർക്കറ്റ് ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പപ്പ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്താൽ ഇത് ബ്രേക്ക് ചെയ്യുമോ എന്ന് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഫർദർ ഫോൾ കിട്ടും, മാർക്കറ്റ് നേരെ താഴോട്ട് പോരും. ഓക്കെ, ഇല്ല ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് നേരെ മുകളിലോട്ട് പോയി ഈ 523 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു 15 മിനിറ്റ് വരെയൊക്കെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദർ മുകളിലോട്ട് പോകും. ഈ 552 കഴിഞ്ഞാൽ, നല്ല രീതിയിൽ കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ് റാലി തുടങ്ങും. 597 മുകളിൽ ഉറപ്പായിട്ടും ഷോർട്ട് കവറിങ് നടക്കും. 597 മുകളിൽ. ഓക്കെ, അതൊരു സ്റ്റാർട്ടിങ് ഇവിടെയാണ്. 552 മുകളിൽ നല്ല രീതിയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് റാലി ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കൺഫർമേഷൻ 597 മുകളിലേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 25,476 താഴെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഈ 348 ഇവിടം വരെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റ് പിടിച്ച് നിൽക്കും. ഇവിടെ നമ്മുടെ സീനിയേഴ്സ് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നത്, ഇവിടെ ഞാനൊരു വര വരച്ചിട്ടുണ്ടായിരുന്നു. ആ വരയിൽ ഞാൻ ഒരാഴ്ച കളയുമല്ലോ, പക്ഷേ പലരും എൻ്റെ വര മായ്ക്കാത്ത പല ആൾക്കാരുമുണ്ട്. അവർ പറഞ്ഞത് ഒരു വര ഇവിടെ കിടപ്പുണ്ട് സാർ, ആ വരയിലാണ് വന്ന് സപ്പോർട്ട് എടുത്തതെന്ന് പലരും എന്നോട് പറഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ അവിടെ ഒരു വരയോടെ വരയ്ക്കാം. അതിനുശേഷം മാർക്കറ്റ് സപ്പോസ് ഇതിന് താഴെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൈന് താഴെ പോയാൽ ഇവിടുന്ന് ലോങ് അൺവൈൻഡിങ് നടക്കും. കൺഫർമേഷൻ 25,348 താഴെ പോയാൽ, 25,348 താഴെ പോയി കഴിഞ്ഞാൽ നല്ലപോലെ ഫോള് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,000 ഒക്കെ നമ്മൾ
കാണേണ്ടി വരും. ഇതാണ് നിഫ്റ്റിയെ പറ്റിയുള്ള ഒരു നിലവിലുള്ള ഒരു ന്യൂസ്, ഒരു 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 കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ലൈൻ ഞാനൊന്ന് നോക്കിക്കോട്ടെ. അവിടെ അങ്ങനെ ഒരു സംഭവം നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, അത് ശരിയാണ്, വരയുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാം, ഈ വര ഇവനെ ഞാൻ ഇങ്ങോട്ട് കയറ്റാം. ഓക്കെ, ഈ വര ഇങ്ങനെ നിന്നാൽ വെച്ചാൽ മതി, വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പം ഇതാണ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് അൺവൈൻഡിങ്. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈന് അപ്പോൾ ഇത് 25 377 ആയിക്കോട്ടെ, ഒരു ഇതിൽ കിടക്കും. ഒരു മിനിറ്റ്, 378. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച ഒന്നുകൂടെ ഞാൻ പറയാം. ഇതിനകത്ത് മാർക്കറ്റ് ഇതിനകത്ത് കയറണം. ഇതിനകത്ത് കയറി ഗ്യാപ്പ് അപ്പിലൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ചെയ്തായിരിക്കണം. ഈ 476 പൊട്ടിക്കഴിഞ്ഞാൽ പണി പാളി. ഇതിന് താഴെ 378 താഴെ അൺവൈൻഡിങ് നടക്കും. ലോങ് അൺവൈൻഡിങ് നടക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശരിക്കും സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഇതിനകത്താണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. എന്തായാലും 25,476 തലേ വരെയാണ്, സൂക്ഷിക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർ, ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് 600 പോയിൻറ്റോളം ഇന്ന് ഫോള് കിട്ടി ഇല്ലേ? ഞാൻ ഇന്നലെ വളരെ അസന്നിഗ്ധമായിട്ട് നിങ്ങളോട് പറഞ്ഞു, HDFC നിങ്ങൾ നോക്കണം. HDFC വളരെ ശോകമാണ്. 2000 കുറേ നേരം കടന്ന് കളിച്ചു. 2008 ആ റേഞ്ചിലൊക്കെ കടന്ന് 2000 കുറച്ച് നേരം കടന്ന് കളിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ ഒരു സൈക്കോളജി സപ്പോർട്ടാണ് 2000. ഈ 2000 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫർദർ ഫോൾ കാണാം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 2000 പൊട്ടി ഒരു ഗതിയില്ലാതെ HDFC ബാങ്കിൽ നിൽക്കുകയാണ്. ICICI രാവിലെ പോസിറ്റീവായിരുന്നു, അതിൻ്റെ കൂടെ പിന്നെ നേരെ തിരിച്ച് താഴോട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ HDFCയും ICICIയും കോട്ടക്കിനെയും നിങ്ങൾ നോക്കണം, ആക്സിസ് ബാങ്കിനെ നിങ്ങൾ നോക്കണം. എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ആ ബാങ്ക് നിഫ്റ്റിയുടെ അതിൻ്റെ ഒരു വാങ്ങൽ നമ്മുടെ നിഫ്റ്റിയിലും കാണുമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. കുറച്ചെങ്കിലും പിടിച്ചു നിർത്തിയത് നമ്മളുടെ IT ആണ് നമ്മുടെ നിഫ്റ്റിയെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്തിയത് രാവിലെ നേരം. ഓക്കെ, അതിനുശേഷം വലിയൊരു ഫോൾ കിട്ടി. കണ്ടോ, ഇത്ര നേരം മേളിൽ പോയിട്ട് നേരെ തിരിച്ച് താഴെ നമ്മുടെ സപ്പോർട്ട് എടുത്ത് അവിടെ കിടന്ന് കളിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ഫോൾ വന്നുകൊണ്ടാണ് നമുക്ക് നിഫ്റ്റിയിലും അതുപോലൊരു ഫോൾ കിട്ടിയത്. അപ്പം HDFCയുടെ കാര്യത്തിന് അത് തീരുമാനമായി. 2000 പൊട്ടിച്ച് താഴെ നിൽക്കുകയാണ്. ഇനി അടുത്തത് 1975 കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കി താഴോട്ട് തന്നെ വരും. ഞാൻ ഈ കാര്യത്തെപ്പറ്റി മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞത് HDFCക്ക് എന്ത് സംഭവിക്കുമെന്നും HDB ബാങ്കിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതൊക്കെ കൃത്യമായിട്ട് മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിവേ, അപ്പോൾ ഞാൻ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയല്ലോ, വെരി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി കൂടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 600 പോയിൻറ്റിന് ഫോൾ കിട്ടി. നമ്മുടെ ലൈനൊക്കെ കൃത്യമായിരുന്നു. നോക്കിക്കേ, ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് വന്നു, നേരെ താഴോട്ട് പോരുമായിരുന്നു. ഇവിടെ നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ട്രേഡും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്ക്, കൃത്യമായിട്ട് ഒന്ന് റിജക്ഷനിൽ ഇവിടെ എടുത്തു, അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നേരെ ഒരു 1.5 ഫോളായിരുന്നു. അങ്ങ് ഗ്രാജുവലി അരിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് വരുമായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് മൊമെൻറ്റ് ചെറിയൊരു റിക്കവറി നടത്തി. അപ്പം നിങ്ങൾ നോക്കുക, നാളെ എന്താണ് സംഭവിക്കുന്നത്. നാളെ സംഭവിക്കുന്നത് ഇതിനകത്ത് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ആ വഴിക്ക് നിങ്ങൾ ട്രേഡ് നോക്കുക. ഓക്കെ, അത് മാത്രമേ അവിടെ പറയാൻ. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ അവിടെ പറയാം. നാളെ നിങ്ങൾ HDFC നോക്കുക. HDFC വീണ്ടും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അതിൻ്റെ കൂടെ തന്നെ പോകാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മിഡ് ക്യാപ്പിനെ നോക്കാം. മിഡ് ക്യാപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് വെറുതെ ഇങ്ങനെ ആടി കളിക്കാൻ W പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു W പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഈ പറയുന്ന 13,468 ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഫർദർ മൂവ് മേലോട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം. ഇവിടെ ഇത് ഡബിൾ ബോട്ടൊക്കെ ഇപ്പോൾ ആയി. ഓക്കെ, ഇത് പൊട്ടി അടുത്ത് നേരെ തിരിച്ചു പോവോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് നോക്കിയിട്ട് വേണം പിന്നെ മിഡ് ക്യാപ്പിനകത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി അത് മാത്രമേ എനിക്ക് കൂടുതൽ അവിടെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലൂടെ ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ ഞാൻ പറയാൻ വിട്ടുപോയി. നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഞാൻ ഇതിനെ ഒരു മിനിറ്റ് കളയാം. നിങ്ങൾ നോക്കിക്കേ, നിഫ്റ്റിയിൽ വീണ്ടും താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഇല്ലേ? ഒരു ബെയറിഷ്
സെറ്റപ്പാണ് ഇതിനകത്തിലുണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കിലി പോയി നോക്കിയാൽ മതി എന്താ ഇതിൻ്റെ സപ്പോർട്ട് എന്നുള്ള കാര്യം. വീക്കിലി കൃത്യമായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്, വെറുതെ സമയം കളയുന്നില്ല. വീക്കിലി അനാലിസിസിൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ സപ്പോർട്ട് വീക്കിലി ബേസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി നോക്കുക, അതൊന്നുകൂടെ കാണുക, അതിനുശേഷം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇന്ന് നിഫ്റ്റിയെ പറ്റി പറയാനുള്ളത്. നിഫ്റ്റിയെ പറ്റി ബാക്കി എല്ലാത്തിനെ പറ്റിയും പറയാനുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും ന്യായം പാലിക്കുന്നതാണ് അറിയുന്നത്, സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ന്യായം പാലിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. മാറ്റങ്ങൾ നിങ്ങളിൽ നിന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.